മനോഹരമായ ജീവിതത്തിന് 3 ആൾക്കാരോട് നമ്മൾ ക്ഷമിച്ചേ മതിയാകുള്ളൂ. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സ് ആണ്. പാരന്റ്സിനോട് എന്തിനു ക്ഷമിക്കണം എന്നൊരു ചോദ്യം വന്നേക്കാം. പക്ഷെ ഒരു കാര്യമാണ്, നിങ്ങളൊന്ന് ആലോചിക്കുകയെ, എന്റെയും നിങ്ങളുടെയും ഒക്കെയും ഇന്നത്തെ നിലനിൽപ്പിന് നമ്മുടെ മാതാപിതാക്കൾ തന്നിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ എന്തിനു മാപ്പ് കൊടുക്കണം എന്ന് ചോദിച്ചാൽ അതാണ് പോയിന്റ്. നമ്മൾ പഠിക്കുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന ഘട്ടത്തിലാവട്ടെ, പല കാര്യങ്ങൾക്കും അവർ തടസ്സം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ വലിയ വലിയ വാശിയായിട്ട് ദേഷ്യമായിട്ടൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് പാരന്റ്സിനോട് ക്ഷമിക്കണം. കാരണം അന്നു മുതൽ ഇന്ന് വരെ അവരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളോടൊപ്പം എന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങൾ ക്ഷമിക്കേണ്ട കൂട്ടർ എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്ത മനുഷ്യനാണ്. അങ്ങനെ വേദനിപ്പിച്ച മനുഷ്യരോട് എങ്ങനെ ക്ഷമിക്കാനാകുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറയാനിരിക്കുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുഡൻസ് മനസ്സിലാവും. നമ്മളിപ്പോ ഒരാളോട് ദേഷ്യമുണ്ട്, കാരണം അയാൾ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാള് ഹേർട്ട് ചെയ്തതും അയാളെ കുറിച്ചും ഇങ്ങനെ നമ്മൾ ലൂപ്പിലിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെയാ ഹേർട്ട് ചെയ്യുന്നത്? നിങ്ങളല്ലേ? നിങ്ങൾ സ്വയം ഇല്ലാതാവല്ലേ? അതിപ്പോ എന്തോ ആവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, അച്ഛൻ മക്കൾ ബന്ധം ആവട്ടെ, ആരുമായിട്ടുള്ളതാവട്ടെ, അവര് നമ്മളോട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് റിപ്പീറ്റ് മോഡിൽ നമ്മളിങ്ങനെ ആലോചിച്ചു കൂട്ടുമ്പോ നമ്മുടെ ഹെൽത്തും നമ്മുടെ സമയവുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വയം നിങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനൊരു അവസരം നിങ്ങൾ കൊടുക്കരുത്. നിങ്ങള് മാപ്പ് മറന്നേക്കുക. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൂട്ടരാണ്, നിങ്ങളെ തന്നെ. ശരിക്കും നിങ്ങൾ ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടി, നേരത്തെയൊക്കെ പറഞ്ഞതിന്റെ ഒരു ഏറ്റവും ഒടുവിലൊരു സമ്മു തന്നെയാണ്. അനാവശ്യമായി മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഒരുപാട് സമയം കളയുന്നുണ്ട്. എന്തിന്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ നല്ലതുകൾ, നിങ്ങളുടെ നല്ല ഭാവി, നിങ്ങൾ ചെയ്യാതിരിക്കുന്ന ജോലി, എല്ലാത്തിനും ഒരുപാട് ലാഗ് വരുന്നു. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നിങ്ങൾ ചിന്തിക്കാനുള്ളത്, നിങ്ങളെ ഇല്ലാതാക്കിയ, നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരോടൊക്കെ മാപ്പ് പറഞ്ഞ് അവരെയൊക്കെ ഫൊഗീവ് ചെയ്തിട്ട് നിങ്ങളോടും ചില കാര്യങ്ങളിൽ കുഴപ്പമില്ല, സാരമില്ല, ഇതൊക്കെ ഉണ്ടാവും എന്ന് ആശ്വസിപ്പിക്കലാണ് വേണ്ടത്. അപ്പൊ ഈ 3 ആൾക്കാരോടും ഒന്ന് മാപ്പ് കൊടുത്താൽ ഹാപ്പി ആയിരിക്കും നമ്മുടെ ലൈഫ്. അങ്ങനെ ആവട്ടെ എല്ലാവരുടെയും ലൈഫ്. കൊടുക്കാൻ തയ്യാറാണോ എന്നുള്ള കാര്യം കമന്റ് ചെയ്തേക്കണേ. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഖുഷ്. ഓൾവേസ് കീപ് സ്മൈലിംഗ്.